100% വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്ന ഹർജിയിൽ വിധി പറയും മുൻപ് കൂടുതൽ വ്യക്തത തേടി സുപ്രീം കോടതി. 4 കാര്യങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത നൽകണം എന്നാണ് നിർദ്ദേശം. മൈക്രോ കൺട്രോൾ യൂണിറ്റ്, മൈക്രോ കൺട്രോൾ പ്രോഗ്രാമിംഗ്, ചിഹ്നം ലോഡ് ചെയ്യുന്ന യൂണിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ സാങ്കേതിക വിദഗ്ധൻ 2 മണിക്ക് നേരിട്ട് ഹാജരായി വിശദീകരിക്കണം. 4 പ്രധാന ചോദ്യങ്ങളാണ് സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ചത്. മൈക്രോ കൺട്രോളർ കൺട്രോളിംഗ് യൂണിറ്റിന്റെ ഭാഗമാണോ അതോ വിവിപാറ്റിന്റെ ഭാഗമാണോ? മൈക്രോ കൺട്രോളർ ഒറ്റത്തവണ ആവശ്യത്തിന് പ്രോഗ്രാം ചെയ്യുന്നതാണോ? സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ലോഡ് ചെയ്യുന്ന യൂണിറ്റ് എത്ര എണ്ണമുണ്ട് തുടങ്ങിയവയാണ് സാങ്കേതികത മുൻനിർത്തിയുള്ള 3 പ്രധാന ചോദ്യങ്ങൾ. വോട്ടിംഗ് മെഷീനിലെ വിവരങ്ങൾ കൂടുതൽ സമയം സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നാണ് 4ാമത്തെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ ആക്ഷേപമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കേണ്ട സമയപരിധി 30 ദിവസമാണ്. വോട്ടിംഗ് മെഷീനിൽ വോട്ടെടുപ്പ് വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് 45 ദിവസവും. വോട്ടിംഗ് മെഷീനിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിന്റെ സമയപരിധി ഉയർത്തണോ എന്നാണ് 4ാമത്തെ ചോദ്യത്തിലൂടെ സുപ്രീം കോടതി പരിശോധിക്കുന്നത്. ചോദ്യങ്ങൾക്ക് സാങ്കേതിക വിദഗ്ധൻ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. 100% വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്ന ആവശ്യം പ്രായോഗികമല്ലെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം സാധ്യമല്ലെന്നും വോട്ടിംഗ് മെഷീനുകൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടെന്നും നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വിശദീകരിച്ചിരുന്നു. ചോദ്യങ്ങളിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയ ശേഷം ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് വിധി പറയും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.